കൊച്ചിയിലെ വില്ലിംഗ്ടൺ ദ്വീപിലെ ഹാർബർ ടെർമിനസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഗുവാഹത്തി ട്രെയിനിൽ പോകാനായി എത്തിയിരിക്കുകയാണ് ലിസിയും ലിസായും. എൻ്റെ ബന്ധുക്കളാണ്, ലാലിയുടെ കസിൻസാണ്. രണ്ടുപേരും അരുണാചൽ പ്രദേശിൽ അധ്യാപികമാരാണ്. അവരെ ഒന്ന് ട്രെയിൻ കയറ്റി വിടണം, ഒന്ന് സഹായിക്കണം എന്ന് ലാലി തലേദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് 300 മീറ്റർ മാത്രം അകലത്തുള്ള സ്റ്റേഷനിലേക്ക് അവരെ കൂട്ടി നടക്കുമ്പോൾ ഞാൻ വീട്ടിലിട്ടിരുന്ന ഷർട്ടും മുണ്ടും തന്നെയാണ് ധരിച്ചിരുന്നത്. ഒരുങ്ങിപ്പോകേണ്ട കാര്യമില്ലല്ലോ. 200 രൂപയും എൻ്റെ കസ്റ്റംസ് ഐഡൻറ്റിറ്റി കാർഡും പോക്കറ്റിലിട്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒന്ന് മാത്രമാണ് ഗുവാഹത്തി ട്രെയിൻ. എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30-ക്കാണ് അത് ഹാർബർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. ആന്ധ്രയിലെ പേമാരിയും വെള്ളപ്പൊക്കവും മൂലം തലേ ആഴ്ച ആ ട്രെയിൻ ക്യാൻസൽ ചെയ്തിരുന്നു. എങ്കിലും അതേ റിസർവേഷനിൽ യാത്രക്കാർക്ക് പോകാമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഐലൻഡ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുമ്പോൾ റിസർവേഷൻ ചാർട്ട് കാണാനില്ല. അന്വേഷിച്ചപ്പോൾ എറണാകുളം സൗത്തിലാണ് ചാർട്ട് ഇടുക എന്ന് അറിഞ്ഞു. ഐലൻഡിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൻ്റെ റിസർവേഷൻ ചാർട്ട് എറണാകുളം സൗത്തിലിടുന്നതിലെ അപാകത ചോദ്യം ചെയ്യേണ്ടതാണെങ്കിലും അപ്പോൾ അതിന് പറ്റിയ സമയമല്ലല്ലോ. പെണ്ണുങ്ങൾ അപ്പോൾ തന്നെ ടെൻഷനിലാണ്. അവർക്ക് കൊടുത്തുവിടാനായി ഞാൻ കുറച്ച് ഹൽവയും ഉപ്പേരിയും അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. സൗത്ത് സ്റ്റേഷൻ വരെ കൂടെ പോയി അവർക്കുള്ള കോച്ചിൽ ഇരുത്തിയിട്ട് തിരിച്ചു വരാമെന്ന് കരുതി സൗത്തിലേക്ക് ടിക്കറ്റും എടുത്തു. ബാക്കി 30 രൂപയുണ്ട്. തിരിച്ചെത്താൻ 4 രൂപ മതി. പിറ്റേന്ന് ശമ്പളവും കിട്ടും. സൗത്തിലെത്തുമ്പോൾ സന്ധ്യയാകുന്നു. ലിസയെയും ട്രെയിനിലിരുത്തി ഞാൻ കുറേ ദൂരം നടന്ന് റിസർവേഷൻ ചാർട്ട് നോക്കി തിരിച്ചെത്തി. അവരോട് പറഞ്ഞു, വേഗം വാ, നമ്മുടെ കോച്ച് കുറേ ദൂരെയാണ്. പെണ്ണുങ്ങൾ ബാഗും എടുത്തിറങ്ങി. നടന്നിട്ടും തീരുന്നില്ല. S2 കാണുന്നില്ല. ഈ ട്രെയിനിന് ഇത്രയും നീളമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. 10 ബോഗികൾക്കപ്പുറത്ത് S12 കണ്ടു. അതിൻ്റെ വാതിൽക്കലെത്തിയപ്പോഴേക്കും കഷ്ടം. ചൂളമില്ലാതെ അറിയിപ്പൊന്നുമില്ലാതെ വണ്ടി നീങ്ങിത്തുടങ്ങി. എന്തു ചെയ്യും? ആലോചിക്കാൻ നേരമില്ല. എനിക്ക് വേണമെങ്കിൽ ഓടിക്കയറാം. ഞാൻ തന്നെ കയറിയിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഒരാളെ വലിച്ചു കയറ്റാം, ബാഗുകൾ അകത്തേക്കിടാം. പക്ഷേ അവർക്ക് 2 പേർക്കും കൂടി കയറാൻ കഴിഞ്ഞില്ലെങ്കിലോ? ബാഗുകളും എല്ലാം എടുത്ത് അവർക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമാകും. പെണ്ണുങ്ങൾ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. വണ്ടിക്ക് വേഗം കൂടിക്കഴിഞ്ഞു. ആർക്കും കയറാൻ കഴിഞ്ഞില്ല. വണ്ടി വിട്ടുപോയി. ഒരു നിമിഷം അവിടെ നിന്ന് തരിച്ചു നിന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു. അല്ല, ഞാൻ ഓടി സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക്. തിടുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. തുടക്ക സ്റ്റേഷനിൽ ചാർട്ടിടാഞ്ഞത്, അറിയിപ്പില്ലാതെ ട്രെയിൻ വിട്ടത്. എന്നിട്ട് ഞാൻ മാസ്റ്ററോട് അപേക്ഷിച്ചു, നോർത്തിലോ ആലുവയിലോ ട്രെയിൻ നിർത്താൻ ഒരു സന്ദേശം കൊടുക്കാമോ? ഒറ്റ ശ്വാസത്തിലാണ് എൻ്റെ വർത്തമാനം. സ്റ്റേഷൻ മാസ്റ്റർ ക്ഷോഭിച്ചു. നിങ്ങളെന്തായി പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒരു ട്രെയിൻ നിർത്താനോ? അതൊന്നും നടക്കില്ല. അതിന് ഇനി തൃശ്ശൂരും പാലക്കാടും കോയമ്പത്തൂരും മാത്രമാണ് സ്റ്റോപ്പുകൾ. അവിടെ ചെന്ന് പിടിക്കാൻ നോക്ക്. അതൊരു പരിഹാസമായി എനിക്ക് തോന്നി, ഒരു വെല്ലുവിളിയായി. അദ്ദേഹത്തോട് ആ നേരത്ത് തർക്കിക്കാനോ ന്യായം പറയാനോ നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ പുറത്തിറങ്ങി. ബാഗുകളുമായി വരുന്ന ഞങ്ങളെ കണ്ട് ഓട്ടം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ടാക്സിക്കാർ പറഞ്ഞു, എവിടെ പോകാനാ? ഇപ്പം പോയ ഗുവാഹത്തി ട്രെയിൻ പിടിക്കണം, തൃശ്ശൂർക്ക് പോകണം. ഞാൻ പറഞ്ഞു, ഓ അതിന് ഞങ്ങളില്ല. അവർ പലരും പിന്മാറി, ഒരാളൊഴികെ. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ, ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞു, ഈ വണ്ടിയിലോട്ട് കയറിയാട്ടെ. അയാളെപ്പോലെ തന്നെ അയാളുടെ വണ്ടിയും. അവിടെ കണ്ടതിലെ ഏറ്റവും പഴക്കം തോന്നിക്കുന്ന അംബാസഡർ കാർ. ഞങ്ങൾ വേഗം അതിൽ കയറി. പിൻ സീറ്റിൽ പെണ്ണുങ്ങൾ, ഞാൻ മുൻപിൽ. ഇരുട്ടായിക്കഴിഞ്ഞു. മഴ വീണു തുടങ്ങി. വണ്ടി MG റോഡിൽ മഹാരാജാസ് ജംഗ്ഷനിലെത്തിയപ്പോൾ ട്രാഫിക് പോലീസുകാരൻ തടഞ്ഞു. ഇതിലേ പോകരുത്, ജെട്ടി മേനക വഴി വിട്ടു. ഇതിലെ ഒരു ജാഥ വരുന്നുണ്ട്. ഈ സന്ധ്യ നേരത്ത് എന്ത് ജാഥ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. എങ്കിലും അത് ചോദിച്ചില്ല. എൻ്റെ കസ്റ്റംസ് ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു കാട്ടി. തിടുക്കത്തിൽ ഞാൻ പറഞ്ഞു, ആവശ്യം, ട്രെയിൻ മിസ്സായതാണ്, തൃശ്ശൂർക്ക് പോയി പിടിക്കാൻ ഓടുന്നതാണ്. ഓക്കെ, ഈ അരിവ് പറ്റി വിട്ടു, ആ പോലീസുകാരൻ പറഞ്ഞു. ഭാഗ്യം. കച്ചേരിപ്പടി വഴി നോർത്ത് പാലത്തിൽ കാർ എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ ഇടത്തോട്ടൊന്ന് നോക്കി. നോർത്ത് സ്റ്റേഷനിൽ ട്രെയിൻ കിടപ്പുണ്ടോ? ഇല്ല, അവിടെ ശൂന്യമാണ്. മഴ മൂത്തും ഇരുട്ട് കനത്തും തുടങ്ങി. ആർക്കും ഉരിയാട്ടമില്ല.
തൃശ്ശൂരിൽ ട്രെയിൻ നിർത്തിത്തരണേ എന്ന് ഞാൻ ദൈവത്തോട് നിശബ്ദം പറഞ്ഞുകൊണ്ടിരുന്നു. പെണ്ണുങ്ങളെ ആശ്വസിപ്പിക്കാനും ധൈര്യം കൊടുക്കാനും എൻ്റെ കയ്യിലൊന്നുമില്ല. എങ്കിലും ഞാൻ പുറകോട്ട് തിരിഞ്ഞ് അവരോട് പറഞ്ഞു, ധൈര്യമായിട്ടിരി, വണ്ടി കിട്ടും, കിട്ടുന്നിടം വരെ നമ്മൾ പോകും, പാലക്കാട്ടോ കോയമ്പത്തൂരോ എവിടെ ആയാലും. അവരൊന്നും മിണ്ടിയില്ല. താടിക്ക് കൈ കൊടുത്ത് തലയും കുനിച്ച് അങ്ങനെ ഒറ്റ ഇരിപ്പാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ പോക്കറ്റിൽ 30 രൂപയേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് സാധിക്കും, എവിടെ വരെ പോകും? ഉടനെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, വേണ്ട, അതിപ്പോൾ ആലോചിക്കേണ്ട, വരുന്നിടത്ത് കാണാം. റെയിൽ പാളത്തിന് സമാന്തരമായി കാർ പോകുന്ന കളമശ്ശേരിയിലും ആലുവയിലും കറുകുറ്റിയിലുമൊക്കെ ഞാൻ പ്രതീക്ഷയോടെ എത്തി നോക്കി. ട്രെയിൻ കാണാനില്ല. മഴയും ഇരുട്ടും വകവെക്കാതെ ഡ്രൈവർ അബ്ബാസ് ആവുന്നത്ര വേഗത്തിൽ അംബാസഡർ പായിച്ചു കൊണ്ടിരിക്കുന്നു. 4 വരി പാത വരുന്നതിന് വളരെ മുമ്പത്തെ സംഭവമാണിത്. പെട്രോൾ അടിക്കണമെന്നും മറ്റോ അബ്ബാസ് ആവശ്യപ്പെട്ടെങ്കിൽ എങ്ങനെ സാധിക്കും എന്നൊക്കെ ആ നേരത്ത് ഞാൻ ആലോചിക്കുന്നേയില്ല. തൃശ്ശൂർ സ്റ്റേഷനിൽ വണ്ടി എത്തിക്കഴിഞ്ഞു. മുന്നിൽ കണ്ട പോർട്ടറോട് ഞാൻ ചോദിച്ചു, ഗുവാഹട്ടി ട്രെയിൻ പോയോ? ദേ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, വേഗം ചെല്ല്, അയാൾ പറഞ്ഞു. പെണ്ണുങ്ങളോട് വേഗം വരാൻ പറഞ്ഞ് ഞാൻ ഒരു ബാഗും എടുത്ത് ഓടി. TTEയോട് പറഞ്ഞ് വണ്ടി നിർത്താം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ട്രാക്ക് മുറിച്ച് കിടക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ചാടാൻ ഒരുങ്ങുമ്പോൾ അബ്ബാസ് പറഞ്ഞു, സാറേ, നമ്മുടെ പൈസ തന്നിട്ട് പോകും. അയ്യോ, ഞാൻ പോകുന്നില്ല, ഞാനിപ്പോൾ വരാം. സാറേ, ഇങ്ങനെ പലരും പറ്റിച്ചിട്ടുണ്ട്. എൻ്റെ പോക്കറ്റിലുള്ളത് 30 രൂപ മാത്രമാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞില്ല. പകരം എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അബ്ബാസിന് നേർക്ക് ഞാൻ വലിച്ചെറിഞ്ഞു. തിരിച്ചു വരും എന്ന ഉറപ്പിന് മാത്രം. അടുത്ത പ്ലാറ്റ്ഫോം ചാടിക്കയറിയും ഇറങ്ങിയും ട്രെയിനിൻ്റെ മറുവശത്തു കൂടി കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ TTE കൃത്യം മുന്നിൽ. ശ്വാസം മുട്ടി നിന്ന് ഞാൻ പറഞ്ഞു, സാർ 2 മിനിറ്റ് നിർത്തണേ, 2 പെണ്ണുങ്ങൾ കയറാനുണ്ട്. വേഗമാകട്ടെ, അദ്ദേഹം അനുഭാവപൂർവ്വം പറഞ്ഞു. ബാഗ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തറയിലിട്ടിട്ട് ഞാൻ വന്ന വഴി തിരിച്ചോടി. ലിസിയും ലിസായും പതുക്കെ നടന്നു വരുന്നതേയുള്ളൂ. തീർത്തും അവശരാണവർ. ഞാൻ ഓടിച്ചെന്ന് അവരുടെ ബാഗുകൾ വാങ്ങി. പക്ഷേ ട്രെയിനിൻ്റെ മറുവശത്തെ ചവിട്ടുപടിയിലൂടെ കുത്തനെ കയറാൻ അവർക്ക് പറ്റുന്നില്ല. 2 പേരെയും ഒരുവിധം താങ്ങി ഞാൻ അകത്ത് കയറ്റി. വീണ്ടും TTEയെ കണ്ടു. ഭാഗ്യം, അവരുടെ ബെർത്തുകൾ അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള ഒരു കോച്ചിൽ തന്നെയാണ്. അത് മറ്റാർക്കും കൊടുത്തിട്ടുമില്ല. ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ, അദ്ദേഹം പറഞ്ഞു. നന്ദി പറഞ്ഞ് ഞാൻ കൈകൂപ്പി. അദ്ദേഹം അകത്ത് കയറി. പെണ്ണുങ്ങൾ ഒരു ചെറു പുഞ്ചിരിയോടെ വാതിൽക്കൽ നിന്ന് കൈവീശി. 3 മണിക്കൂറിനിടെ ആദ്യത്തെ ചിരി. വണ്ടി കൺമറയുന്നത് വരെ ഞാൻ അങ്ങനെ നിന്നു. ആകാശത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു, ദൈവമേ. അപ്പോൾ തോന്നിയ ആശ്വാസം കുറിക്കാൻ, വിവരിക്കാൻ എനിക്കിപ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. വീണ്ടും പാളം മുറിച്ച് കടന്ന് ഞാൻ ചെല്ലുമ്പോൾ അബ്ബാസ് പ്ലാറ്റ്ഫോമിൻ്റെ വക്കത്ത് തന്നെ ആകാംക്ഷയുടെ നിൽപ്പുണ്ട്. അയാൾക്കൊട്ടും പ്രയോജനമില്ലാത്ത എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കയ്യിൽ തന്നെ പിടിച്ചിട്ടുമുണ്ട്. വണ്ടി കിട്ടിയ സ്നേഹിത, ഭാഗ്യം, ഞാൻ അബ്ബാസിനോട് പറഞ്ഞു. പടച്ചവനെ, എന്നാൽ വിടാം, അബ്ബാസ് പറഞ്ഞു. രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. വണ്ടി പട്ടണം വിട്ടപ്പോൾ വഴിയരികിൽ കണ്ട ഒരു ചായക്കടയുടെ മുമ്പിൽ വണ്ടി നിർത്താൻ ഞാൻ അബ്ബാസിനോട് പറഞ്ഞു. അകത്ത് കയറുന്നതിന് മുമ്പ് ഞാൻ വിലവിവര പട്ടിക നോക്കി. പോക്കറ്റിൻ്റെ അവസ്ഥ പരിഗണിക്കണമല്ലോ. എന്നിട്ട് ഓരോ മസാല ദോശയും കാപ്പിയും വരുത്തി കഴിച്ചു. മൊത്തം 28 രൂപ. വീണ്ടും ഓട്ടം സ്വസ്ഥം. ബാക്കി 2 ഒറ്റ രൂപ തുട്ടുകൾ ആ ഓട്ടത്തിനിടെ എൻ്റെ പോക്കറ്റിൽ കിടന്ന് തട്ടിമുട്ടി കിലുകില ശബ്ദമുണ്ടാക്കി. ഇടപ്പള്ളിപ്പള്ളിയുടെ മുൻപിലെത്തിയപ്പോൾ വണ്ടി നിർത്തി ഞാൻ ആ 2 തുട്ടുകൾ വഴിയരികിലെ നേർച്ചപ്പെട്ടിയിലിട്ടു. ഇനി കിലുക്കമൊന്നുമില്ല, സുഖം. ഐലൻഡിലെ ക്വാർട്ടേഴ്സിലെത്തുമ്പോൾ എല്ലാ വീടുകളിലും തന്നെ വെട്ടമണഞ്ഞിരുന്നു. രാത്രി 10 മണി 10:30 ആയിക്കഴിഞ്ഞിരിക്കുന്നു. അബ്ബാസിന് എങ്ങനെ പണം കൊടുക്കും? ആരോട് ചോദിക്കും? രണ്ടും കൽപ്പിച്ച് കൂട്ടുകാരൻ ജയചന്ദ്രൻ്റെ വാതിലിൽ മുട്ടി. എന്താ പുലാട്ട്? ജയൻ ചോദിച്ചു. ഒരു 1000 രൂപ വേണം. എന്തു പറ്റി? കഥ പിന്നെ പറയാം. ജയചന്ദ്രൻ 1000 രൂപ തന്നു. ഞാൻ അബ്ബാസിനോട് ചോദിച്ചു, എത്ര വേണം? സാറിൻ്റെ ഇഷ്ടം പോലെ. അബ്ബാസ് ശാന്തനായി പറഞ്ഞു, പുഞ്ചിരിച്ചു. അന്ന് എറണാകുളത്ത് നിന്നൊരു ടാക്സി തൃശ്ശൂർ വരെ പോകാൻ ഏറിയാൽ 500 വരെയേ ആവൂ.
ഞാൻ 800 രൂപ കൊടുത്തിട്ട് ചോദിച്ചു, ഇത് മതിയോ? അബ്ബാസ് നന്ദി നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ ആ പണം സ്വീകരിച്ചു. കൈവീശി യാത്ര പറഞ്ഞ് അദ്ദേഹം വണ്ടി ഓടിച്ചു പോയി. മുറിയിലെത്തി കട്ടിലിൽ കിടന്ന് ഞാൻ കണ്ണടച്ച് ദൈവത്തോട് ചോദിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ചു? ദൈവം പറഞ്ഞു, നീ ടാക്സിയിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഞാൻ 15 മിനിറ്റ് ട്രെയിൻ പിടിച്ചിട്ടത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പൊന്നു തമ്പുരാനെ, ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ഇരുട്ടിൽ കൈകൂപ്പി. വേഗം ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും, വഴിയൊരുക്കും എന്ന് പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റിൽ എഴുതിയത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ഒരു അനുഭവം നേരിട്ട് അറിഞ്ഞതിനും വളരെ വർഷങ്ങൾക്ക് ശേഷം.